അനുഭവത്തിന്റെ പെൺനിറം. ഇത് റെഡ് കാർപ്പറ്റ്. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. പ്രതിഭകളുടെ ഈ വേദിയിലേക്ക്, റെഡ് കാർപ്പറ്റിലേക്ക് ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഗസ്റ്റും ഒരു പ്രതിഭ തന്നെയാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും സ്വയം പ്രയത്നിച്ച് മുന്നേറിയ ഒരു അഭിനേത്രി, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ലെന. വിശേഷങ്ങളിലേക്ക് കടക്കാം. വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഈ പോലീസ് കഥാപാത്രങ്ങളൊക്കെ വിശ്വസിച്ച് ആ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. പോലീസ് വേഷങ്ങളിൽ ആദ്യമായിട്ട് ശരിക്കും എന്നെ കൊണ്ടത് പറ്റും, എനിക്ക് പറ്റിയ ഒരു ഏരിയ ആണെന്ന് എനിക്ക് തന്നെ തോന്നാത്ത ഒരു സമയമായിരുന്നു സ്പിരിറ്റ് റോൾ എനിക്ക് ഓഫർ ചെയ്തപ്പോൾ. അപ്പോൾ രഞ്ജിത്ത് സാർ ഈ കഥാപാത്രം സുപ്രിയ രാഘവൻ എന്ന് പറഞ്ഞ ഈ IPS ഓഫീസറിൻ്റെ റോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഫിലിമിൽ എനിക്ക് ഓഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതെന്തിനാ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ അത്യാവശ്യം ബോൾഡാണെങ്കിലും ബോൾഡ് മാത്രമല്ല, എനിക്കതൊന്നും ഭയങ്കര ഗേളി ആയിരുന്നില്ല ആ സമയത്ത് തീരെ. ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ ഫെമിനൈൻ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലെ ഓപ്പണിംഗ് സീക്വൻസ് ഒക്കെ നന്ദുചേട്ടൻ ചെയ്ത ക്യാരക്ടറിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരു സംഭവം, അതൊക്കെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്? ചെയ്തത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പ്രസന്റേഷൻ ഒക്കെ ഓക്കെ, സിമ്പിളായിട്ട് പോയി. ഡബ് ചെയ്യാൻ നേരത്ത് ഞാൻ ആ തെറി പറയുമ്പോൾ അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ടേക്ക് കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് സാർ കൺസോളിലിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മതി ഇതിപ്പോ എന്നെ വിളിക്കുന്ന പോലെ ഉണ്ട്. നമുക്ക് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡബ് ചെയ്യാത് ഫലിപ്പിക്കൽ വലിയൊരു ചടങ്ങാണല്ലേ ശരിക്കും. അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും പറഞ്ഞു. അതെ. പിന്നെ ഡബ് ചെയ്യാൻ പോകുമ്പോ അയ്യോ നമ്മള് തന്നെ ഇത് ഇത്രയും പറയണോ. ചേച്ചിയുടെ വോയിസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരിക്കലും ഭയങ്കര ഒരു ബേസ് വോയിസ് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലല്ലോ, കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് തന്നെയാണ്. പക്ഷെ ഈ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ വോയിസും അതിനനുസരിച്ച് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പിരിറ്റിലെയൊക്കെ കഥാപാത്രം രഞ്ജേട്ടന്റെ റൈറ്റിംഗ്സ് മികവിന്റെ ഒരു ഇതുണ്ട്, വെയിറ്റ് ഓൾറെഡി നമുക്കുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്നെ ഇതുപോലെ പൊളിച്ചെഴുതുമ്പോൾ ഐ തിങ്ക് ഒരു ആക്ടറിന് ഡ്രീം കം ട്രൂ ആണ്. തീർച്ചയായിട്ടും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്ത്, അതായത് ആ ഗണപതി ഓടിച്ചിട്ട് പിടിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും? അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ആ സ്വഭാവം കാരണമാണ് എന്നെ ഇതില് കാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് ആ ഓടി വന്ന് അവനെ പിടിച്ച് ടപ്പേന്ന് അടിക്കുന്നതും പാവം കൊച്ച് ശരിക്കും അടി കൊണ്ട് കാണുമോ ഗണപതിക്ക്? ഒട്ടുമില്ല. അയ്യോ, ഗണപതി ഈസ് എ വെരി ഗുഡ് ആക്ടർ ആൻഡ് ഗണപതിയുടെ ഒപ്പം ഓടാനായിരുന്നു പാടുക. അത് മോൾസിലും അവിടുത്തെ ഞാനൊക്കെ ഈ എസ്കലേറ്ററിൽ കേറാൻ പോലും ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് കേറുന്നത് ജനറലി. പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ ആക്ടേഴ്സിന്, ഈ ആക്ഷനും കട്ടിന്റെ ഇടയ്ക്ക് നമുക്ക് സാധാരണ ലൈഫിൽ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ തന്നെ പിന്നീട് ഈ ഫുട്ടേജ് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഈ എവിടെയും നോക്കാതെ എസ്കലേറ്ററിലേക്കൊക്കെ പാഞ്ഞു ഓടിയിട്ടുള്ളതൊക്കെ അത് ഒരിക്കലും ക്യാരക്ടർ അല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വേറൊരു ശക്തമായിട്ടൊരു കഥാപാത്രം അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്നത് ഒരു ക്യാരക്ടറാണ് ട്രാഫിക്കിലെ കഥാപാത്രം. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജെൻ മൂവീസിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത് ആ മൂവി. അതിൻ്റെ ഒരു മേക്കിങ്ങും രാജേഷ് പിള്ള സാറുമായിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. രാജേഷ് പിള്ളയുടെ സ്റ്റൈൽ ഓഫ് ഡയറക്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേ പോലും ഇല്ല ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നുക. ആക്ച്വലി പുള്ളി വളരെ വിദഗ്ധമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു എനിക്ക് കയ്യടി നേടിത്തന്ന ഷോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ലൊക്കേഷനിൽ അഭിനയിക്കുമ്പോൾ ഫുൾ ലൊക്കേഷനിലുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ക്ലാപ്പ് ചെയ്തത്. അപ്പോൾ അത് ആദ്യമായിട്ടായിരുന്നു എൻ്റെ കരിയറിൽ. ആ കയ്യടി തന്നെയാണ് പിന്നെ തിയേറ്ററിൽ നമ്മൾ കേട്ടത്. ആ സീൻ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ സീനിൽ അഭിനയിക്കുന്നതിന് മുമ്പ് രാജേഷ് പിള്ള എൻ്റെ അടുത്ത് ചെയ്ത ഒരു പ്രോസസ്സുണ്ട്. എന്നോട് ഒറ്റയ്ക്ക് മാറിയിരുന്നിട്ട് ആ ഹോസ്പിറ്റൽ റൂമിൽ ഒരു റൂമിലേക്ക് എന്നോട് വന്നിരിക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഈ പാർവതി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ഇവരുടെ കുട്ടിക്കാലം മുതൽ, ആ കഥയിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഈ പാർവതിയുടെ അവസ്ഥ എങ്ങനെയാണ്, കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു, അച്ഛനും അമ്മ എങ്ങനെയായിരുന്നു,
പിന്നെ ഇവര് പിന്നീട് ഈ സൂപ്പർ സ്റ്റാറിനെ കല്യാണം കഴിച്ചപ്പോഴുള്ള അവരുടെ പ്രോബ്ലംസ് ഇതൊക്കെയാണ്. ഇയാൾ ഇങ്ങനെ ഒക്കെ അങ്ങനെ ഒരു വലിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി തന്ന് ഞാൻ അതിങ്ങനെ കേട്ട് അന്തം വിട്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞ ലൈറ്റ് അപ്പ് കഴിഞ്ഞു, റെഡി, ഷോട്ടിന് റെഡി. അപ്പോൾ നമ്മൾ റിഹേഴ്സൽ പോലും എടുക്കാതെ പോയി ചെയ്ത ഒരു സീക്വൻസ് ആയിരുന്നു അത്. സോ റിയലി ഓൾ ദ താങ്ക്സ് ടു ഫോർ ദാറ്റ് പെർഫോമൻസ് ഗോസ് ടു രാജേഷ്. ഡയറക്ടർ രാജേഷ് പിള്ള. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പൊ ഇതൊരു സിമ്പിൾ ഗെയിമാണ്, ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അങ്ങനെ ഭയങ്കര ഹെവി ഒന്നും എനിക്ക് തോന്നി. തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ തിരുവിൽ മാമലയിൽ കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി. ഇനി ഇത് ഏത് പാട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഏത് പാട്ടാണെന്നോ? ആ, ദിലീപേട്ടനും ഭാവനയൊക്കെ തകർത്ത് അഭിനയിച്ചു. ഇനിയിപ്പോ പോയില്ലേ, ഒരു പാട്ടിന്റെ മുകളിൽ വേറെ പാട്ടിട്ട് വെച്ചാൽ പഴയ പാട്ട് കിട്ടില്ല എന്നുള്ള ഉറപ്പ്. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് അങ്ങനെ, സൈക്കോളജി ഒക്കെ പഠിച്ച ആളൊന്നും അങ്ങനെ പറയാൻ പാടില്ല. എനിക്കിപ്പോ ഈ തങ്കഭസ്മം കൂറിയിട്ട തമ്പുരാട്ടി പറഞ്ഞിട്ട് അതാണിപ്പോ എന്റെ മനസ്സ് മുഴുവനും. അല്ല, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, നമുക്കത് കേൾക്കാം. ഭയങ്കര ടെറിബിൾ ഗെയിംസ് ആട്ടോ ഇത്. ഇതാണ് പ്രശ്നം, ഒരിക്കലും ഈ ഹിന്ദി ലിറിക്സ് വരുന്നുണ്ടായിരുന്നില്ല. എത്ര സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് ഞാൻ തോറ്റത്, കണ്ടില്ലേ? ഇത് ഉറപ്പായിട്ട് കിട്ടും. അയ്യോ, ഇത് കിട്ടിയില്ലേ? ഇതൊരു ഭയങ്കര ഹിറ്റ് ഒരു സോങ് ആണ്. അതന്നെ, ഒരു മുസ്ലിം ടച്ചുള്ള ഒരു പാട്ടാണോ? മറ്റേ എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന പാട്ട് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ വരുന്നത് മനസ്സിൽ വരുന്ന പാട്ട് ഏതാ ഒന്ന് കേൾക്കട്ടെ. കൽബിലെത്തിയാണ് വരുന്നത്. എനിക്ക് കൽബിലെത്തിയല്ല, അതെന്താന്ന് എനിക്കറിയാം, പക്ഷെ അതാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ സ്റ്റക്കായി, ആ പാട്ടിന്റെ തലയിൽ സ്റ്റക്കായി. ഒന്ന് ചോദിച്ചേ. അയ്യോ, തോറ്റു. എന്തായാലും ഒരെണ്ണം കൂടി കാണാം. ആക്ച്വലി ഒരു സത്യം പറയാം, ഞാൻ ഈ ഇത്ര നേരം പറഞ്ഞൊക്കെ നോണയായിരുന്നല്ലേ? അല്ല, ഇനിയും ഒരു സത്യം പറയാം. അതായത് ഞാൻ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് യൂഷ്വലി വീഡിയോസ് കാണാറില്ല. ഓക്കെ, പാട്ട് കേൾക്കുമ്പോ. അപ്പൊ ജനറലി ഇപ്പൊ യൂട്യൂബിൽ പാട്ട് കേൾക്കില്ലേ നമ്മള്, അപ്പോഴും ഞാൻ വീഡിയോ മാറ്റി വെച്ചിട്ടാ കേൾക്കുക. എനിക്ക് എന്റേതായ പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് നോക്കണ്ട. ശരി, അപ്പൊ എങ്ങനെയാ പറയാ? അത് ശരിയാണല്ലോ. റെഡി. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. അപ്പോ എനിക്കെന്തായാലും ഇഷ്ടമുള്ള പാട്ടായിരിക്കും, പക്ഷെ ഒരു കാരണവശാലും ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നത്. അത് ശരി, നമുക്ക് നോക്കാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലോ അതിലായിരമാശകളാലൊരു പൊൻവലനെയ്യും തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ. ഇഷ്ടമുള്ള പാട്ടായിരുന്നു അല്ലേ? സീരിയസ്ലി എനിക്ക് അറിയില്ലായിരുന്നു ഇവർ രണ്ടുപേരാണ് ഈ പാട്ടിലുള്ളതെന്ന്. എന്റെ ദൈവമേ, ഒരാൾക്ക് എല്ലാം അറിയാൻ പറ്റൂ? അല്ല, അത് പറ്റില്ല. ശരിയാണ്, നമ്മള് ഒരാളെ ഇങ്ങനെ എല്ലാം അറിയാൻ നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് ആരാണ്, എന്ത് പെർഫോമൻസ് ആണ് ചെയ്യണമെന്നൊക്കെ അറിയണ്ടേ? അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ എന്തായാലും നമ്മൾ ഒട്ടും സമയം കളയാതെ ആരാണ് എന്താണെന്നൊക്കെ നമുക്കൊരു വിഷ്വൽ ആദ്യം കാണാം. ഓക്കെ, റെഡി? ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചില നേരം. എൻ്റെ പേര് വർഷ ഹരിദാസ്, തൃശ്ശൂരാണ് സ്വദേശം. ഞാൻ സംഗീതത്തിലാണ് എൻ്റെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ സംഗീതത്തിൽ PhD ചെയ്തു വരുന്നു.
കാതോടു കാതോരം മാമന്ത്രം. നമസ്കാരം, ഇതെൻ്റെ കുടുംബമാണ്. ഇത് അച്ഛൻ എം ഹരിദാസ്. അച്ഛൻ KCB റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇപ്പോൾ ജ്യോതിഷം ആണ് പ്രാക്ടീസ് ചെയ്യണത്. ഇത് അമ്മ ഇന്ദിര ഹരിദാസ്. അമ്മ റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററാണ്. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഇതെൻ്റെ മകൻ ആര്യനാഥ്, 10 വയസ്സ്. അവൻ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹസ്ബൻഡ് കണ്ണൻ വിജയ്. അദ്ദേഹം സ്വന്തമായിട്ട് ഡിജിറ്റൽ സ്റ്റുഡിയോ നടത്തുന്നു. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തിനും നാട്യത്തിനും അഭിരുചി നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഒരല്പം നാട്യത്തിനാണ് അഭിരുചി കൂടുതലെന്ന് വേണമെന്ന് വെച്ചാൽ ഞാൻ പറയും. ഡാൻസ് ക്ലാസ്സിന് കൊണ്ടാക്കാനും കൊണ്ടുവരാനും മറ്റൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ അതങ്ങനെ അത് നിന്നുപോയി എന്ന് തന്നെ പറയണം. അതേസമയത്ത് സംഗീതത്തിലുള്ളത് ആ അഭിരുചിയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും ഞാനറിഞ്ഞില്ലല്ലോ എന്ന നാട്യം. അമൃത TVയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലായി ഒരു പാട്ടുകാരിയാണ്. അതായത് സംഗീതം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്, ഒരു വീട്ടമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്, അമ്മയാണ്. അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ ഷോയ്ക്ക് പറ്റിയ ഒരാളാണ്. കൂടുതൽ വിശേഷങ്ങൾ ആ കുട്ടി വന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? സോ ലെറ്റ്സ് ഇൻവൈറ്റ് വർഷ ഹരിദാസ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു വർഷ ഒരു ഭാര്യയാണ്, അമ്മയാണ്, പാട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലെ ഇതൊക്കെ എല്ലാം കൂടി ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? കുട്ടിക്കാലം തൊട്ടുള്ള സംഗീതമാണ്. സംഗീതം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ള കൂടെയുള്ള ആൾക്കാർക്കും ഇഷ്ടമുള്ളത് കാരണം അവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാം നന്നായി മ്യൂസിക് എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമകളിലോ ആൽബംസ് ഒക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക്, അല്ലാതെ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറുന്നല്ല. അതെ അതെ. എവിടത്തെ കാര്യ? ഞാൻ തൃശ്ശൂർക്കാരിയാണ്. പക്ഷെ ഭാഷയിൽ വരുന്നില്ലല്ലോ. രണ്ടുപേരും തൃശ്ശൂർ ഭാഷയിൽ ഒന്ന് സംസാരിക്കുവോ? എന്തുട്ടൊക്കെടി, എന്ത് വിശേഷങ്ങൾ? എന്തിട്ട് പറയാനാ, ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് തൃശ്ശൂർ ഭാഷ പറഞ്ഞോണ്ടിരുന്ന ഇവർക്ക് വെറുതെ നമ്മളെ കളിയാക്കാനുള്ള വക ഉണ്ടാക്കാണ്ട് പിന്നെ നമ്മളതിനുള്ള വക ഉണ്ടാക്കി കൊടുക്കണ്ടെന്നേ. അതെ, നമുക്ക് നമ്മുടെ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാം. കൂടെ വന്നിരിക്കുന്ന ആരാണ്? ഹസ്ബൻഡാണ് കണ്ണൻ വിരുത്തിപ്പറമ്പിൽ ജനാർദ്ദനൻ. കണ്ണൻ, അത്രേ ഉള്ളൂ. അപ്പൊ വർഷയുടെ കണ്ണേട്ടനാണ്. കണ്ണൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. വൈഫിന്റെ പാട്ടിനോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? അത് പാട്ടുകാരനാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് തന്നെ. ഓ, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അങ്ങനെ ഒരു കഥയുണ്ടോ? പാട്ടുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ടോ? ആ പരിചയപ്പെടുന്ന കഥകളൊന്നുമില്ല, ക്ലീശ കഥകളൊന്നും. പക്ഷെ ഒരുപാട് എന്താ പറയാ, എൻ്റെ ഓർമ്മകളിൽ എപ്പോഴും നമ്മൾ ഇപ്പം സ്കൂളിലൊക്കെ കോമ്പറ്റീഷന് പേര് കൊടുക്കാവരാ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ചിന്മയ വിദ്യാലയ. അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഈ സ്റ്റോറി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. പാട്ട് പാടി മയക്കിയതാണോ അതെയോ ആരാ ആദ്യം പ്രണയം പറഞ്ഞത്? പ്രണയം അങ്ങനെ സ്കൂൾ ഡേയ്സിലൊന്നും പ്രണയമൊന്നും ഇല്ല, അതിനുശേഷം വലുതായപ്പോ കളഞ്ഞു പോണ്ട എന്ന് വിചാരിച്ച നല്ലൊരു സുഹൃത്തിനെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് വേണമായിരുന്നു. അതിന്റെ കൂടെ സംഗീതം കൊണ്ട് നടക്കുന്നു, സിനിമകൾ പാടുന്നു, ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പെർഫോമൻസിലേക്ക് കടക്കാം. ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്.
തോർന്നൊരു സായം ബസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോങ് നമ്മൾ അധികം കേൾക്കാത്തൊരു സോങ് ആണ്. ചേച്ചി വരൂ, നമുക്ക് ആ ഒരു സമ്മാനം അങ്ങ് കൊടുക്കാം. അതിനുശേഷം വർഷയുടെ ഒരു സോങ്ങോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കുയിലായി മാറിയതാരേ അവളുടെ കവിളിൽ തൊടുവിരലാളി കവിതകളെഴുതിയതാ. റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ നിങ്ങൾക്കും പെർഫോം ചെയ്യാൻ വരണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. റെഡ് കാർപ്പറ്റിന്റെ വേദി നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും a big welcome. So now we are saying bye bye. This is Red Carpet. जलज बंधुवो में है जलधि आणयुन्नु जलज बंधुवो में है जलधि आणयुन्नु मलय मारुदमेറ്റു मम വിവശമായി സഖി അലർഷര പരിതാപം ചൊൽവതെന്നളിവേണി പണി ബാലേ വളരുന്നു ഹൃദിമോഹം എന്നോമലേ തളരുന്നു മമ ദേഹം എന്നോമലേ കുസുമ വാടിക അതിലൂളവായോ കുസുമ വാടിക അതിലൂളവായോ രളികുലാരവമധിക കേൾപ്പതുമധികമാധി നിദാനമായി സഖി അലർഷര പരിതാപം ചൊൽവതെന്നളിവേണി പണി ബാലേ ബാലേ ആ മുളയ്ക്കുന്ന വിത്തുകൾ ഇവരെല്ലാരും കഴിക്കുന്ന സാധനമാണോ? എങ്ങനെ പറയുക? കരച്ചിൽ, കണ്ണുനീർ. ഇത്ര വലിയ പ്രായമുള്ള ഒരു മിടുക്കിയാണ് വരാൻ പോണെന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ബുദ്ധി വെച്ചിട്ടുള്ള കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നെന്താ എന്നെന്താ Costume courtesy for Lena, Danya Design. Costume courtesy for Swastika. Nama by Nikhil and Andrews, Cochin.